കടൽ കടന്നെത്തിയ പറങ്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഹൽവ മധുരം ശരിക്കും ബോധിച്ചു. മാംസം പോലിരിക്കുന്ന മധുരമുള്ള ആ പലഹാരത്തെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെ ഹൽവ വിൽക്കുന്ന തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ്. കോഴിക്കോട് ആഘോഷങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകളൊക്കെ വ്യാപാരം നടക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവ്. അവിടുത്തെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഈ മിഠായി തെരുവിലെ പ്രത്യേകത നല്ല വിലയുള്ള ഡ്രസ്സുകളും ഉണ്ടാവും, നല്ല വില കുറഞ്ഞിട്ടും ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഒന്ന് നടക്കണം, നടന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കണം, അതാണ് ബുദ്ധിമുട്ട്. മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണത്തിൻ്റെ തിരക്കാട്ടോ ഇന്ന് മിഠായി തെരുവിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ജനാട്ടോ, ജനക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാലുണ്ടല്ലോ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇവിടെ കുറച്ചൊരു ഒഴിവുള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കച്ചവടങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഒരു ബൈക്ക്, ഒരു സാധനം ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബാക്കിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു വേണ്ട. ആ റോഡിലൂടെ അങ്ങനെ പോകാം, തിക്കും തിരക്കായിട്ട് അങ്ങനെ പോകാം കേട്ടോ. ആഘോഷങ്ങൾ വരുമ്പോൾ മിഠായി തെരുവ് നിറഞ്ഞ് കവിയും. കച്ചവടക്കാരുടെ പ്രധാന ദിവസങ്ങളാട്ടോ അതൊക്കെ. തെരുവ് കച്ചവടക്കാരും ഒക്കെ സജീവമാണ്. അതിൻ്റെ ഉള്ളോട്ടൊക്കെ ഭയങ്കര ഒച്ചും ബഹളവും ഓരോന്ന് വില കുറച്ച് കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് നല്ല ഹരാട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ. ആദ്യം നമുക്ക് മിഠായി തെരുവിൻ്റെ ചരിത്രം ഒന്ന് അറിഞ്ഞാലോ. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ട കോഴിക്കോട് കേന്ദ്രമായി ഭരിച്ചിരുന്ന സാമൂതിരി തന്റെ കൊട്ടാരത്തിൽ ഹൽവയുണ്ടാക്കാനായി ഗുജറാത്തിൽ നിന്ന് പാചകക്കാരെ ക്ഷണിച്ചു വരുത്തി. കൊട്ടാരത്തിന്റെ അടുക്കളയുടെ മതിൽക്കെട്ടിന് പുറത്ത് രാജാവ് അവർക്ക് സ്ഥലവും നൽകി. ഗുജറാത്തികൾ ഹൽവ ഉണ്ടാക്കിയ തെരുവ് പിന്നീട് ഹൽവയുടെ പേരിൽ പ്രശസ്തമായി. കോഴിക്കോട്ട് വ്യാപാരത്തിനെത്തിയ അറബികൾ ഹൽവയുടെ മധുരവും കൂടെ കൊണ്ടുപോയി. കടൽ കടന്നെത്തിയ പറങ്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഹൽവ മധുരം ശരിക്കും ബോധിച്ചു. മാംസം പോലിരിക്കുന്ന മധുരമുള്ള ആ പലഹാരത്തെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെ ഹൽവ വിൽക്കുന്ന തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് എന്ന പേര് ലഭിച്ചു. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിനെ മലയാളീകരിച്ചപ്പോൾ അത് മിഠായി തെരുവായി മാറി. കോഴിക്കോടിന്റെ സ്വന്തം മിഠായി തെരുവ്. 500 വർഷത്തെ ചരിത്രമെങ്കിലും പറയാനുള്ള മിഠായി തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മാർക്കറ്റുകളിൽ ഒന്നാണ്. സാമൂതിരിയുടെ കാലത്ത് നാണയമടിക്കുന്ന കമ്മട്ടം ഈ തെരുവിൽ പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് കാണാനെത്തിയവരെയെല്ലാം ഈ തെരുവ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ അറബികളും ചീനക്കാരും പോർച്ചുഗീസുകാരുമുണ്ട്. ഗുജറാത്തികളെ പോലെ തന്നെ പാർസികളും ഒരു കാലത്ത് ഈ തെരുവിന്റെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കലക്ടർ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ പരാതികൾ കേട്ടിരുന്ന ഹുസൂർ കച്ചേരി ഈ തെരുവിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഈ തെരുവ് ഹുസൂർ റോഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നിരവധി സമരങ്ങൾക്ക് ഹുസൂർ റോഡ് എന്ന മിഠായി തെരുവ് അന്ന് വേദിയായി. 1960 പുറത്തിറങ്ങിയ SK പൊറ്റക്കാടിന്റെ നോവലിന് മിഠായി തെരുവ് പശ്ചാത്തലമായി. ഒരു തെരുവിന്റെ കഥ എന്ന ആ നോവലിൽ 2ാം മഹായുദ്ധകാലത്തെ മിഠായി തെരുവിലെ കഥ പറഞ്ഞു. തെരുവിന്റെ കഥാകാരനോടുള്ള ആദരവായി അദ്ദേഹത്തിന്റെ പ്രതിമ മിഠായി തെരുവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ കലാസാഹിത്യകാരന്മാരുടെ താവളമായിരുന്നു ഈ തെരുവ്. ബഷീറും ബാബുരാജും P. ഭാസ്കരനും ഉറൂബും തിക്കോടിയനും NP മുഹമ്മദുമെല്ലാം മിഠായി തെരുവിന്റെ ഓർമ്മകളെ സമ്പന്നമാക്കിയവരാണ്. ഹൽവ പോലെ തന്നെ കായവറുത്തതും കോഴിക്കോടൻ ബിരിയാണിയുമെല്ലാം ഇവിടുത്തെ രുചി വൈവിധ്യങ്ങളാണ്. മിഠായി തെരുവിലെ തുണിത്തരങ്ങളുടെ കച്ചവടത്തിന് തുടക്കമിട്ടത് ഇവിടെ എത്തിയ ഗുജറാത്തികളായിരുന്നു. അന്ന് ഈ തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. 2007 തീപിടുത്തത്തിന് ശേഷമാണ് മിഠായി തെരുവ് നവീകരിച്ചത്. പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 കോടി രൂപ ചിലവിൽ നവീകരിച്ച മിഠായി തെരുവ് 2017 ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്. ഇവിടെ ഏതെടുത്താലും 350. അവിടെ 300 ഇവിടെയൊക്കെ മത്സര കച്ചവടം ഉണ്ടാവും കേട്ടോ. മത്സര കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. ഇന്നത്തെ ദിവസം ഈ ആഘോഷങ്ങൾ, ഓണം, പെരുന്നാൾ, വിഷു അങ്ങനെയുള്ള ദിവസങ്ങൾ അവർ വിട്ടുപോയാൽ അവർക്ക് പോയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഓഫറുകളും എല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഗ്രാൻഡ് ബസാർ. ഈ കാണുന്ന ഏരിയ ഒന്നല്ല കേട്ടോ കച്ചവടക്കാരുള്ളത്. ഇതിൻ്റെ ഉള്ളോട്ട് ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടകളും ഒക്കെ ഉണ്ട്. ഒയാസിസ് കോമ്പൗണ്ട് തന്നെ ഈ അടുത്ത ഭാഗത്ത്, അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച ഗ്രാൻഡ് ബസാർ,
പിന്നെ ഇതിന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൽവ ഒക്കെ കിട്ടുന്ന ഒരു കടകളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയൻ്റെ ബാക്കിൽ അങ്ങനെയായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കച്ചവടത്തിനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഏതായാലും ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല ജനം, നല്ല തിരക്കാട്ടോ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ നടന്നു പോകാം. മറ്റ് നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് നടക്കുന്നവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും തെരുവ് കച്ചവടക്കാരും ഒക്കെ നല്ല ഹാപ്പിയിലാണ്. ഇന്ന് കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. ഒരു പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹാൻഡ് ബാഗ് ഒക്കെ വേണ്ടിയില്ല. ഡ്രസ്സിൻ്റെ ഇടയിൽ ഇതും അത്യാവശ്യമാട്ടോ. അങ്ങനെ തലക്കിലേക്ക് എത്തിയ നമ്മുടെ കമ്മത്ത് ലൈന് ഹൽവ ബസാർ. ഹൽവകളൊക്കെ കൂടുതൽ കിട്ടുന്ന ഏരിയ അവിടെയാണ്. അതുകൂടാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഏരിയ. അപ്പോൾ സ്നേഹിതന്മാരെ, നമ്മുടെ മിഠായി തെരുവിൻ്റെ ചരിത്രവും അതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.